നമുക്ക് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പച്ചമാങ്ങ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെനച്ച മാങ്ങയാണ് കേട്ടോ. അപ്പോൾ കിളിച്ചുണ്ട മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാമെന്ന്. ചക്കര മാങ്ങ എന്ന് പറയും. അപ്പോൾ മുന്നേ നമ്മൾ ഉണ്ടാക്കിയത് അത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഈ മാങ്ങ നമുക്ക് പൂണ്ടെടുക്കാം കേട്ടോ. ചെനച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ടി കുറച്ചൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ആദ്യം അരിഞ്ഞെടുക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനേ നമ്മളെ വീട്ടിലുള്ള 2-3 സാധനങ്ങൾ മതി കേട്ടോ. ചട്ടി ചൂടായ എണ്ണയ്ക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഉണക്കമുളകിലൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് കളറ് മാറിയിട്ട് കോരിയെടുക്കുക. ഇനി ഇതേ എണ്ണയ്ക്ക് തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇങ്ങോട്ട് കോരിയെടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം. നല്ലോണം പൊടിച്ചെടുത്തു കേട്ടോ. ഇനി ഈ ചട്ടി ചൂടായ എണ്ണയ്ക്ക് തന്നെ ഒരു 2 മണി ഉലുവട്ട് കൊടുക്കുക. നമ്മൾ ശർക്കര കണ്ടോ ഇങ്ങനെ പൊടി പൊടിയായിട്ട് ചീകി വെച്ചതാണ് കേട്ടോ. ഇത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നമ്മളതൊന്ന് അലിയിച്ചെടുക്കണം. കുറച്ച് കുറച്ചിട്ട് നല്ലൊരു വെള്ളം പോലെയായി ഇരിക്കാൻ കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മുളകും അതേപോലെ കറിവേപ്പിലേൻ്റെ അത് കൂട്ടും കൂടി 2 കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു തരി ഉപ്പ് കേട്ടോ. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഈ മാങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ മാങ്ങ ചെറുതായിട്ടൊന്ന് വെന്ത പോലെ ആവണം. അതുകൊണ്ട് ഫുള്ള് തണുക്കാൻ നിൽക്കണ്ട. അതിൻ്റെ മുന്നേ നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനത് ഏകദേശം ഒന്ന് ഇതിൻ്റെ അത്തളയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ പാത്രത്തേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. സ്റ്റീൽ പാത്രത്തേക്ക് ആക്കിയാൽ ചൂടാറാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ വയറ് വെള്ളം വരുന്നില്ലേ? ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോലെ നമ്മൾ ഫസ്റ്റാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ സാർ അപ്പോൾ സ്പൂണൊക്കെ കൊണ്ട് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ചാറ് ഇതിൻ്റെ മേൽക്കൂടെ ഒക്കെ ഇങ്ങോട്ട് ആക്കി കൊടുത്ത ശേഷം മധുരമുണ്ട്, എരുണ്ട്, ആവശ്യത്തിന് ചെറിയൊരു ഉപ്പും കറിവേപ്പില എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എണ്ണയിലൊക്കെ. അപ്പം ഇതൊന്നും ഉണ്ടാക്കാത്തവർ മാങ്ങ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ.